ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്ന് പറയുന്ന ഒരു ലെക്ചർ സീരീസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മാർക്കറ്റിൽ കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിന് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഒരു കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ നമ്മൾക്ക് സാധിക്കാത്തത്? ബിക്കോസ് ദ ലിക്വിഡിറ്റി കുഡ് ബി ദ മിസ്സിംഗ് കീ ബിറ്റ്വീൻ യു ആൻഡ് പ്രോഫിറ്റബിലിറ്റി. അല്ലേ? ഈ ലിക്വിഡിറ്റി കാരണമാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നതിൻ്റെ കാര്യം. അണ്ടിൽ നൗ യു ആർ ലോസ്റ്റ് ആൻഡ് കൺഫ്യൂസ്ഡ്. അല്ലേ? നമ്മൾ ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല എവിടെയാണ് ലിക്വിഡിറ്റി എന്നുള്ളത്. ബിക്കോസ് നമ്മൾ ഈ ഓൺലൈനിൽ നമ്മൾ എവിടെ ചെക്ക് ചെയ്താലും അല്ലെങ്കിൽ എല്ലാ യൂട്യൂബ് വീഡിയോസുകളിലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ദിസ് ലിക്വിഡിറ്റി ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച് എ കോംപ്ലിക്കേറ്റഡ് ഐഡിയ. ഈ വീഡിയോയിൽ കൂടെ ഞാൻ വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് എന്താണ് ലിക്വിഡിറ്റി എന്ന് സിംപ്ലിഫൈ ചെയ്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് നമ്മൾക്ക് ഈ ലിക്വിഡിറ്റി വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഒരു കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ലിക്വിഡിറ്റി, എന്തുകൊണ്ടാണ് ലിക്വിഡിറ്റി മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്, വാട്ട് ആർ ദ കോമൺ ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റി, എങ്ങനെയാണ് നമ്മൾ ഈ കോമൺ ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റിയെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഹൗ ടു ഐഡൻറ്റിഫൈ ദം. അല്ലേ? നമുക്ക് എങ്ങനെ അതിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നോക്കുന്നത് ഈ ട്രേഡേഴ്സ് ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താണ്. അല്ലേ? സോ ഐ വിൽ വാക്ക് യു ത്രൂ ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ദാറ്റ് ഐ സീ ട്രേഡേഴ്സ് മേക്ക് വെൻ ഇറ്റ് കംസ് ടു ലിക്വിഡിറ്റി ആൻഡ് ഹൗ യു ക്യാൻ അവോയ്ഡ് ദം. അല്ലേ? നമ്മൾ ആ ട്രേഡേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So, welcome back friends, my name is Sobi and you are watching Trading Secrets YouTube channel. First and foremost, നമുക്ക് മനസ്സിലാകണം എന്താണ് ലിക്വിഡിറ്റി എന്ന്. അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ജസ്റ്റ് റെഫേഴ്സ് ടു മണിക്കാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലിക്വിഡിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് തന്നെ ചോദിക്കണം, വേർ ഈസ് ദ മണി? അല്ലേ? യു നീഡ് ടു ആസ്ക് യുവർ സെൽഫ്, വേർ ഈസ് ദ മണി? അപ്പം നമുക്കൊരു ആൻസർ കിട്ടും. മണി കംസ് ഇൻ ടു ദ മാർക്കറ്റ് ഇൻ 3 ഡിഫറെൻറ്റ് ഫോംസ് എന്ന് നമുക്ക് മനസ്സിലാകും. അല്ലേ? മാർക്കറ്റിലേക്ക് മണി വരുന്നത് ഇൻ 3 ഡിഫറെൻറ്റ് ഫോംസിലാണ് മാർക്കറ്റിലേക്ക് മണി വരുന്നത്. സോ ദാറ്റ് ആർ കോൾഡ് എൻട്രീസ്. ഇവിടെ നമ്മളുടെ എൻട്രീസ്, സ്റ്റോപ്പ് ലോസസ് ആൻഡ് ടേക്ക് പ്രോഫിറ്റ് ഓർ ടാർഗറ്റ് എന്ന് പറയുന്നത്. അല്ലേ? അപ്പം എവറി ടൈം യു ഗെറ്റ് ഇൻ ടു ദ മാർക്കറ്റ് വിത്ത് ആൻ എൻട്രി, യു ആർ ഡിപ്ലോയിങ് liquidity into the market. Okay, now when your stop loss is hit, you are deploying liquidity into the market, right? So now when you take profit, you deploy money into the market. So when you take profit, you are deploying money into the market. So you provide liquidity into the market. So മാർക്കറ്റിൽ 3 ഡിഫറെൻറ്റ് ഫോംസിലാണ് ലിക്വിഡിറ്റി വരുന്നത്. അപ്പം എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അല്ലേ? എൻട്രീസ് ആയിട്ടും സ്റ്റോപ്പ് ലോസസ് ആയിട്ടും ടാർഗറ്റ് ആയിട്ടും ടേക്ക് പ്രോഫിറ്റ് ആയിട്ടും എല്ലാവരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ? അപ്പം ലിക്വിഡിറ്റി നമ്മളോട് തന്നെ ചോദിക്കണം, വേർ ഈസ് എവരിബഡീസ് ഓർഡേഴ്സ്? അല്ലേ? എല്ലാവരുടെയും ഓർഡർ എവിടെയാണ് കിടക്കുന്നത്? വേർ ഈസ് എവരിബഡീസ് ടേക്ക് പ്രോഫിറ്റ്സ്? അല്ലെങ്കിൽ എല്ലാവരുടെയും ടാർഗറ്റ് എവിടെയാണ് ഇരിക്കുന്നത്? വേർ ഈസ് എവരിബഡീസ് സ്റ്റോപ്പ് ലോസസ്? എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസസ് എവിടെയാണ്? ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ ആം ഗോയിങ് ടു ഷോ യു. സോ നമ്മൾ ഈ കാര്യമാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസസ് എന്ന് പറയുമ്പോൾ ദർ ഈസ് വൺ മോർ തിങ്, ഡംപ് മണി എന്ന് പറയും. അല്ലേ? ഡംപ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ പോയി സ്റ്റോപ്പ് ലോസസ് വെക്കുന്നതിനാണ് ഡംപ് മണി എന്ന് പറയുന്നത്. സോ കോമൺലി ദിസ് ഡംപ് മണി എന്ന് പറയുന്നത് യു ഷുഡ് നോ വേർ ആർ ദ ഡംപ് മണി. അല്ലേ? സോ ഡംപ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡംപ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, അതായത് റീറ്റെയിൽ ട്രേഡേഴ്സിന് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയത്തില്ലാത്ത അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് പ്ലേസ് ചെയ്യപ്പെടുന്ന ഓർഡേഴ്സിനെയാണ് ഡംപ് മണി എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ എവരിബഡി സ്റ്റോപ്പ് ലോസസ് എവിടെയാണ്? വേർ ഇസ് ഡംപ് മണി സ്റ്റോപ്പ് ലോസസ്? റൈറ്റ്? അവരുടെ ഓർഡേഴ്സ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? അല്ലേ? സപ്പോസ് ഇഫ് ദേ ആർ ഇൻ എ പ്രോഫിറ്റബിൾ പൊസിഷൻ,
വെയർ ആർ ദ പീപ്പിൾ ലുക്കിംഗ് ടു ടേക്ക് പ്രോഫിറ്റ്, അല്ലേ? അവരൊരു പ്രോഫിറ്റബിൾ പൊസിഷൻ ആണെങ്കിൽ ആ പ്രോഫിറ്റ് അവരെവിടെയാണ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഏരിയ എവിടെയാണ്? ആക്ച്വലി ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ സംഭവമാണ്, അല്ലേ? ബിക്കോസ് ഇവിടെ നമ്മൾ ഒരാൾ മാത്രമല്ല ട്രേഡ് ചെയ്യുന്നത്, മില്യൺസ് ഓഫ് ട്രേഡേഴ്സ് ഉണ്ട് അക്രോസ് ദ വേൾഡ്, അല്ലേ? അപ്പം അവരെല്ലാവരും കൂടെ ഇരുന്നാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഈ ട്രേഡേഴ്സ് എല്ലാവരും ഫോം ചെയ്യുന്ന കളക്റ്റീവ് ബയാസസ് ഉണ്ട്, അല്ലേ? കളക്റ്റീവ് ട്രേഡിംഗ് ഐഡിയാസ് ഉണ്ട്, കളക്റ്റീവ് ട്രേഡിംഗ് ഐഡിയോളജീസ് ഉണ്ട്, അല്ലേ? കളക്റ്റീവ് ട്രേഡിംഗ് സ്ട്രാറ്റജീസും ഉണ്ട്. എല്ലാവരും ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസിലാണ് എല്ലാവരും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഡിഫറെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ട്രേഡേഴ്സ്, അല്ലേ? പല ഡിഫറെൻറ്റ് ട്രേഡേഴ്സ് ദേ വിൽ ബി ട്രേഡിംഗ് ഇൻ എ ഡിഫറെൻറ്റ് ഐഡിയോളജീസ്, ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്. സോ ഈ സ്ട്രാറ്റജീസ് എല്ലാം കളക്റ്റീവ്ലി ഓരോരുത്തരും എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ, അല്ലേ, നമുക്ക് ഇവരുടെ സ്ട്രാറ്റജീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അല്ലേ? സോ യു നീഡ് ടു ഐഡൻറ്റിഫൈ ദീസ് സ്ട്രാറ്റജീസ് ആൻഡ് ബിഗിൻ അണ്ടർസ്റ്റാൻഡിങ് വെയർ ഓൾ ദ ലിക്വിഡിറ്റി, അല്ലേ? ലിക്വിഡിറ്റി എല്ലാം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ ആ സ്ട്രാറ്റജീസിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇഫ് വി നോ ദാറ്റ് ദ ലിക്വിഡിറ്റി ഈക്വൽസ് മണി, അല്ലേ, ലിക്വിഡിറ്റി എന്ന് പറയുന്നത് മണിയാണ് എങ്കിൽ, ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസസ് ആണ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എൻട്രീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ടേക്ക് പ്രോഫിറ്റ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു കാരണം അതാണെങ്കിൽ, നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? വെയർ ആർ ദ പീപ്പിൾ പുട്ടിംഗ് ദെയർ ഓർഡേഴ്സ്, അല്ലേ? ആൾക്കാർ എവിടെയാണ്, റീറ്റെയിലേഴ്സ് എവിടെയാണ് അവരുടെ ഓർഡർ പ്ലേസ് ചെയ്യപ്പെടുന്നത്? വെയർ ആർ ദ പുട്ടിംഗ് ദ സ്റ്റോപ്പ് ലോസസ്, വെയർ ആർ ദ പുട്ടിംഗ് ദെയർ ടേക്ക് പ്രോഫിറ്റ്സ്, അല്ലേ? സോ ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ഐഡിയ ടു അണ്ടർസ്റ്റാൻഡ്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി തുടങ്ങും. സോ നമ്മൾ ഈ ഒരു സ്കിമാറ്റിക്കിൽ കൂടെ നമുക്കതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഒരു സ്കിമാറ്റിക്. സോ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹയർ ഹൈ പിന്നെയും ക്രിയേറ്റ് ചെയ്യുന്നു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇത് ഒരു ബുള്ളിഷ് സ്ട്രക്ചറാണെന്ന് നമ്മുടെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കിത് മനസ്സിലായി, അല്ലേ? അപ്പം ഒരു സെറ്റ് ഓഫ് ട്രേഡേഴ്സ് അവർ നോക്കി കാണുന്നത് എന്താണ്? സോ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലേ? ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർ ട്രെൻഡ് ലൈൻ ട്രേഡേഴ്സ് നോക്കുമ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നവർ. അപ്പം അവർ അടുത്ത ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവരുടെ എൻട്രീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവരുടെ എൻട്രീസ് എന്ന് പറയുന്നത് ആക്ച്വലി അവർ ഒരു ലോങ് പൊസിഷൻ എടുക്കാനാണെങ്കിൽ ഏകദേശം ഇവിടെ വരുമ്പോൾ അടുത്ത ഒരു ട്രെൻഡ് ലൈൻ വൺ മോർ ടച്ചിന് വേണ്ടിയിട്ട് അവർ നോക്കും, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു വൺ മോർ ടച്ചിന് വേണ്ടിയിട്ട് വരുമ്പോഴത്തേനും അവർ നോക്കുമ്പോഴത്തേനും ദിസ് ട്രെൻഡ് ലൈൻ ഈസ് ഫോമിങ്, ഇത് വൺ മോർ ഇത് വരുന്നു, ഇവിടെ വരുന്നു, ഈ പ്രൈസിലേക്ക് ഇവിടെ വരുമ്പോഴത്തേനും ദേ ആർ ഗോയിങ് ടു ലോങ്, അല്ലേ? അപ്പം ഇതാണ് ട്രെൻഡ് ലൈൻ ട്രേഡേഴ്സിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പം ഓരോ ടൈപ്പ് ഓഫ് ട്രേഡേഴ്സും അവർക്ക് അവരുടെ രീതിയിലുള്ള ഐഡിയയിലാണ് ഇത് അതിൽ എൻട്രി ചെയ്യുന്നത്, അല്ലേ? സപ്പോസ് പ്രൈസ് ഇവിടെ നിന്ന് വീണ്ടും താഴോട്ട് വരികയാണെന്ന് വിചാരിക്കാം. താഴോട്ട് പോയി ഇവിടെ നിന്ന് പ്രൈസ് ബ്രേക്ക് ചെയ്തു, ഈ ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പം എന്ത് ചെയ്യുന്നു? അടുത്ത ഈ ട്രെൻഡ് ലൈൻ ട്രേഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് നേരെ ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ അതിനുശേഷം പ്രൈസ് നേരെ താഴേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? മേ ബി ദേ വിൽ ബി ഷോർട്ടിങ് ഹിയർ, ഈ ഒരു പൊസിഷനായിരിക്കും അവർ ഷോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിംഗ് വരുമ്പോഴത്തേനും അതാണ് ട്രെൻഡ് ലൈൻ ട്രേഡേഴ്സ് ഇവിടെ അവരുടെ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ട്രേഡ് ചെയ്യുന്ന മെത്തഡോളജി എന്ന് പറയുന്ന ഇതാണ്. സോ ഇതിൽ ഈ ട്രെൻഡ് ലൈൻ ട്രേഡേഴ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ എവിടെയായിരിക്കും? ഇപ്പം നമ്മളിങ്ങനെ ഈ ചാർട്ടിനെ ആലോചിച്ച് നോക്കുമ്പോൾ അവർ വെക്കുന്ന അവരുടെ ടേക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? അപ്പോൾ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഓൾഡ് ലോസ്, അല്ലേ, അല്ലെങ്കിൽ ഓൾഡ് ഹൈസ്. ഇതായിരിക്കും അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓൾഡ് ലോസ് ഓർ ഓൾഡ് ഹൈസ്, ഈ രണ്ടെണ്ണമായിരിക്കും ട്രെൻഡ് ലൈൻ ട്രേഡേഴ്സിൻ്റെ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നമ്മളെപ്പറ്റി ചിന്തിച്ച് നോക്കാം. ഈ ഒരു സ്കീമാറ്റിക്കിൽ വെച്ചിട്ട് നമ്മൾ എവിടെയായിരിക്കും എൻട്രീസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? നമ്മൾ എവിടെയായിരിക്കും ടേക്ക് പ്രോഫിറ്റ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? നമ്മൾ എവിടെയായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ പ്ലേസ്മെൻറ്റ് നമ്മൾ ഈ ഒരു സ്കീമാറ്റിക്കിൽ നമ്മൾ കീപ്പ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും സിമിലറാണ്. ബിക്കോസ് എല്ലാ റീറ്റെയിലേഴ്സും അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരേ കാര്യം തന്നെയാണ്. നമ്മളുടെ ടേക്ക് പ്രോഫിറ്റ് ലെവൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഒരു ഹൈ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ലോ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് വരുമ്പോഴത്തേനും എക്സ്ട്രീം കേസിൽ ദ ഓൾഡ് ലോ വിൽ ബി ടാർഗറ്റിംഗ്, അല്ലേ? വാട്ട് എവർ സ്ട്രാറ്റജി, നമ്മുടെ കയ്യിലുള്ള എന്ത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സൈക്കോളജിക്കൽ ലെവലിലുള്ള ഒരു നോർമൽ തിങ്കിങ് ആണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു കൂട്ടം ട്രേഡേഴ്സ്,
അവരെന്താണ് ചെയ്യുന്നത്? ഈ ഒരു വേറൊരു കൂട്ടർ. അപ്പോൾ അവർ നോക്കുന്നത് ഈ സ്ട്രക്ചറിനെ നോക്കി കാണുന്നത് ഇതൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പ്രൈസ് ഇവിടെ വന്നു. അതിനുശേഷം പ്രൈസ് റിജക്റ്റഡ് ഫ്രം ദിസ് ലെവൽ. പ്രൈസ് അഗെയിൻ താഴോട്ട് വന്നു. ദെൻ പ്രൈസ് ഇസ് അഗെയിൻ പുള്ളിങ് ബാക്ക് ടു ദ സെയിം ലെവൽ അല്ലേ? അപ്പോൾ സെയിം ലെവൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ദിസ് ഈസ് എ ഗുഡ് സ്ട്രക്ചർ ഫോർ മീ. എനിക്ക് ഈ ഒരു സ്ട്രക്ചറിനകത്ത് എനിക്ക് ഇൻവോൾവ് ചെയ്യണം. സോ ഞാൻ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പോവാണ്. അപ്പം എൻ്റെ ഈ ഏരിയ, ഞാൻ ഈ കാണുന്ന ചാർട്ടിലെ ഈ ഏരിയ എന്ന് പറയുന്നത് ദിസ് ഈസ് എ പ്രൈസ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ മീ. എനിക്ക് ഈ ഏരിയ ആണ് എനിക്കിഷ്ടം. കാരണം അവിടെയാണ് ഞാൻ ട്രേഡ് ചെയ്യാൻ പദ്ധതി ഇടുന്നത്. ബിക്കോസ് ഇവിടെ ഈ ഒരു 2 സമയത്തും ഈ പ്രൈസ് റിജക്റ്റ് ചെയ്തിരിക്കുന്നു. സോ വെൻ ദ പ്രൈസ് ഈസ് കമ്മിങ് ടു പുൾ ബാക്ക്, വാട്ട് ഐ വിൽ ബി ലുക്കിംഗ് ഫോർ എ ഷോർട്ട് പൊസിഷൻ. ഞാൻ പറഞ്ഞത് ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ല, ഓരോ സൈക്കോളജിക്കൽ കാര്യങ്ങൾ നമ്മൾ പ്ലേസ് ചെയ്യുന്നതാണ്. സോ ഐ വിൽ ബി പുട്ടിങ് എൻട്രി സെൽ പൊസിഷൻ. ഓക്കെ, ദെൻ വാട്ട് വിൽ ബി മൈ ടാർഗറ്റ്? ഐ വിൽ ബി ടാർഗറ്റിംഗ് ഈ സം ഓൾഡ് ലോസ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ലെവലിലായിരിക്കും ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലേ? സോ ഈ വേറൊരു ദിസ് ഈസ് എ അതർ സൈഡ് ഓഫ് ദ സ്പെക്ട്രം എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഒരു പുതിയ ടൈപ്പ് ഓഫ് കാലിബർ ഓഫ് ട്രേഡേഴ്സ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് വരുന്നു അല്ലേ? ബ്രേക്ക് വരുന്നു, അതിനുശേഷം പ്രൈസ് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേനും അവർ നോക്കുന്നത് സ്ട്രക്ചർ പിന്നെയും ബുള്ളിഷായി. അതിനുശേഷം പ്രൈസ് ഒരു റിട്രേസ്മെൻറ്റിന് താഴെ വരുമ്പോഴത്തേനും അവരെന്താണ് നോക്കിക്കാണുന്നത്? അവർ നോക്കിക്കാണുന്നത് ഓക്കെ, എനിക്ക് ഈ ഒരു ഏരിയയിൽ ഇൻവോൾവ് ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഈസ് ഷോയിങ് മൊമെൻറ്റം അല്ലേ? അപ്പം എന്ത് ചെയ്യും? ഇവിടെ വെച്ചിട്ട് അടുത്ത വേറൊരു ടൈപ്പ് ഓഫ് കാലിബർ സം സോർട്ട് ഓഫ് പീപ്പിൾ അവരിവിടെ വെച്ചിട്ട് എൻട്രി ചെയ്യുന്നു. സോ അവരെവിടെയായിരിക്കും പ്ലേസ്മെൻറ്റ് വെക്കുന്നത്? സ്റ്റോപ്പ് ലോസിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബോട്ടം ആയിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. സോ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമീഡിയറ്റ്ലി ദേ വിൽ ബി ടാർഗറ്റിംഗ് എബോവ് ദിസ് പോയിന്റ് അല്ലേ? ഇതിന് മുകളിലായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഇങ്ങനെ നോക്കുന്ന ഒരു ഫ്രഷ് ടൈപ്പ് ഓഫ് ബയേഴ്സ് ഇമീഡിയറ്റ്ലി ഇവിടെ വരുന്നു. അതിനുശേഷം അടുത്ത ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് എന്താണ് ഈ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോഴത്തേനും അവരെന്താണ് ചിന്തിക്കുന്നത്? മേ ബി ഇവിടെ ഈ ഒരു ടൈമിൽ ഡബിൾ ടോപ്പ് ഫോർമേഷൻ വന്നിരിക്കുന്നു. സോ ഇറ്റ് വിൽ ബി ടേക്കൺ. സോ അപ്പം എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ബി ടേക്കൺ ഇൻ ദ സെൻസ് ഇവിടെ ഒരു കീ ഏരിയ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഐ വിൽ ബി ഇൻവോൾവിങ് ഇൻ എ സെല്ലിംഗ് പൊസിഷൻ. സോ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ വീണ്ടും ഡബിൾ ടോപ്പ് ഫോർമേഷൻകാർ അവരിവിടെ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നു. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നു? അടുത്ത ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് വരുന്നു. ദേ വിൽ ബി ലുക്കിംഗ് ഫോർ എ ടാർഗറ്റ്. അവരുടെ ടാർഗറ്റ് എന്തായിരിക്കും? ഇമീഡിയറ്റ്ലി ദേ വിൽ ബി ലുക്കിംഗ് ഫോർ ദിസ്. ഈ ഒരു പർട്ടിക്കുലർ ട്രെൻഡ് ലൈനിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ അവരവിടെ ഇൻവോൾവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ പീസ് ഓഫ് ചാർട്ടാണിത് അല്ലേ? ഇതിലെ മൾട്ടി ഡയമെൻഷണൽ അനലൈസിസിൽ കൂടിയാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഒരു സിമ്പിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സിമ്പിൾ പീസ് ഓഫ് ചാർട്ട്, ഈ ഒരു സിമ്പിൾ പീസ് ഓഫ് ചാർട്ടിനകത്ത് നമ്മൾ നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ലെയർ ഓഫ് റീറ്റെയിൽ ട്രേഡേഴ്സ് ആർ പ്ലേസിങ് ദെയർ ഓർഡേഴ്സ് അല്ലേ? ഡിഫറെൻറ്റ് ഓർഡേഴ്സ് ആണിത്. അപ്പോൾ വാട്ട് ഈസ് യുവർ ജോബ് ഇൻ ഐഡൻറ്റിഫൈയിങ് ദിസ്? ഇതിനകത്ത് എന്താണ് നമ്മളുടെ റോള് എന്ന് പറയുന്നത്? അപ്പോൾ ഈ ഡിഫറെൻറ്റ് ട്രേഡേഴ്സ് അവരുടെ എൻട്രീസ് എവിടെയായിരിക്കും, അവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും, അവരുടെ ടേക്ക് പ്രോഫിറ്റ് ലെവൽ എവിടെയായിരിക്കും, ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. സോ അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ അണ്ടർസ്റ്റാൻഡിങ് ലിക്വിഡിറ്റി എന്ന് പറയാൻ പറ്റും. സോ ഇവിടുത്തെ ഈ സിമ്പിൾ സ്കിമാറ്റിക്കിൽ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും തിങ്കിങ് സെയിം ആണ്. ബിക്കോസ് സ്മാർട്ട് മണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവർക്കറിയാം നമ്മളുടെ ഐഡിയ എന്താണെന്നുള്ളത്. ബിക്കോസ് ദിസ് സെറ്റപ്പ് ഈസ് പർപ്പസ്ഫുള്ളി സെറ്റപ്പ്. മനസ്സിലായോ? അപ്പം അവർക്കറിയാം. ബിക്കോസ് എന്താണ് കാര്യം? റീറ്റെയിലേഴ്സ് പഠിക്കുന്ന കാര്യങ്ങളും റീറ്റെയിലേഴ്സ് എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങൾ അവർ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് ബേസ്ഡ് ട്രേഡിംഗ് ആണ് അല്ലേ? അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ ബേസ്ഡ് ട്രേഡിംഗ് ആണ്. അപ്പം നമ്മൾ ഏത് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും MACD, RSI ഇങ്ങനത്തെ സിമിലർ ടൈപ്പ് ഓഫ് സ്റ്റഡീസാണ് എല്ലാവരും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം അവർക്കറിയാം എവിടെയാണ് ആ കൺസെപ്റ്റുകളിലെല്ലാം എവിടെയാണ് സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെൻറ്റ് നമ്മൾ വെക്കാൻ പോകുന്നത്, എവിടെയാണ് നമ്മൾ എല്ലാവരും പറയുന്നത് എന്താണ്? ഓൾഡ് ലോയുടെ താഴെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിയുമ്പോഴത്തേനും ആ ഒരു സ്റ്റോപ്പ് ലോസ് ക്യാൻ ബി ട്രിഗേർഡ്. അതാണ് ഇവിടെ നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഔട്ട്ഡേറ്റഡ് സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ്. അതാണ്. അപ്പം ഈ സ്മാർട്ട് മണി എന്ന് പറയുന്ന ആൾക്കാർക്ക്, ബിക്കോസ് ദ ലാർജ് ഫണ്ട്സ് ദേ നോ ദാറ്റ് യു ആർ കീപ്പ് ഓൺ ഡൂയിങ് ദ സെയിം മിസ്റ്റേക്ക് ഓർ യു ആർ കീപ്പ് ഓൺ ഡൂയിങ് ദ സെയിം തിങ് എന്ന് അവർക്കറിയാം. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഔട്ട്ഡേറ്റഡ് സ്റ്റൈൽ ഓഫ് ട്രേഡിങ്ങിനകത്ത് നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ അതിനകത്ത് ഒരു പാർട്ടായി പോകുന്നത്, നമ്മൾ അതിൻ്റെ ഒരു ലിക്വിഡിറ്റി പാർട്ടായി പോകുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്.
ബിക്കോസ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക എന്ന് വിചാരിക്കുക. ബിക്കോസ് യു ആർ ഡിപ്ലോയിങ് ലിക്വിഡിറ്റി ഇൻ ടു ദ മാർക്കറ്റ്, അല്ലേ? സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോഴും യു ആർ ഡിപ്ലോയിങ് ലിക്വിഡിറ്റി ഇൻ ടു ദ മാർക്കറ്റ്. സോ ബിക്കോസ് യു ആർ ഡിപ്ലോയിങ് ലിക്വിഡിറ്റി ഇൻ ടു ദ മാർക്കറ്റ്, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എന്ന് പറയുന്നത് കൊണ്ട് യു ആർ സ്റ്റാൻഡിങ് ഇൻ ദ റോങ് സൈഡ് ഓഫ് ദ മാർക്കറ്റ്. ദാറ്റ്സ് വൈ യുവർ സ്റ്റോപ്പ് ലോസ് ഈസ് ഹിറ്റ്, അല്ലേ? ബട്ട് അഗെയിൻ യു ആർ ഡിപ്ലോയിങ് ലിക്വിഡിറ്റി ഇൻ ടു ദ മാർക്കറ്റ്. നമ്മൾ ഇഫ് യുവർ ടാർഗറ്റ് ഈസ് ഹിറ്റ്, അല്ലേ? നമ്മളുടെ ടാർഗറ്റ് അവിടെ പോയി ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് മീൻ ചെയ്യുന്നത്? ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ അത് മീൻ ചെയ്യുന്നത് യു ആർ ഡിപ്ലോയിങ് ലിക്വിഡിറ്റി ഇൻ ടു ദ മാർക്കറ്റ് ബിക്കോസ് യു ആർ ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഈ ഒരു ലിറ്റിൽ പീസ് ഓഫ് ചാർട്ടിൽ, അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ ലിറ്റിൽ സ്കിമാറ്റിക്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ട്രേഡേഴ്സ്, അല്ലേ, അവർ ഈ സെയിം പീസ് ഓഫ് ചാർട്ട് റീഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വേയിലാണ്. എന്നിട്ട് അവരെല്ലാവരും അതിൻ്റെ ഒരു കൺക്ലൂഷനിലെത്തുന്നു, അല്ലേ? എന്നിട്ട് ഈ മാർക്കറ്റിൻ്റെ ഡയറക്ഷണൽ അനലൈസിസ് അവർ ഇന്ന സൈഡിലോട്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് എന്നിട്ട് അവരുടെ മണി അവരുടെ ഓർഡേഴ്സായിട്ടും സ്റ്റോപ്പ് ലോസ് ആയിട്ടും എല്ലാം ഈ ഡിഫറെൻറ്റ് രീതിയിൽ പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? പക്ഷേ എനിക്കിതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ ഓഫ് ഓപ്പറേഷനിൽ നമുക്ക് ഇതെങ്ങനെ സിമ്പിളായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നമുക്കിത് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ചാർട്ട് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ എക്സാക്റ്റ് സെയിം പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ള ട്രേഡേഴ്സ് എല്ലാവരും അവരുടെ എൻട്രീസ് എവിടെയാണ് അവർ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ സ്റ്റോപ്പ് ലോസസ് എവിടെയാണ് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ സിമ്പിളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പം ലിക്വിഡിറ്റി, അപ്പം നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രൈസ് മൂവ്മെൻറ്റ് വരുന്നതിന് തൊട്ട് മുന്നേ എന്തുകൊണ്ടാണ് വാട്ട് ഈസ് എ കൺസെപ്റ്റ് ഓഫ് ലിക്വിഡിറ്റി? അപ്പം നമ്മളുടെ എൻട്രി ശരിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എൻട്രി ശരിയായിട്ട് നമ്മൾ എടുത്ത് മാർക്ക് ചെയ്ത് ഇരിക്കുന്ന എൻട്രി ആണെങ്കിൽ പോലും നമ്മൾ ഒരു ബിഗ് മൂവ് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വന്ന് ട്രിഗർ ചെയ്ത് എടുത്തുകൊണ്ട് പോയതിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ച സൈഡിലേക്ക് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നമ്മൾ പല പ്രാവശ്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഒരു പർട്ടിക്കുലർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് നടത്തുന്നതിന് മുന്നേ തന്നെ പർപ്പസ്ഫുള്ളി അവർ എൻജിനീയർഡ് ലിക്വിഡിറ്റി ബോത്ത് സൈഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ബോത്ത് സൈഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലിക്വിഡിറ്റി ക്ലിയർ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അതിൻ്റെ എക്സ്പെക്റ്റഡ് ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻറ്റ് ഡിസൈഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് നമ്മൾ ആ എക്സ്പെക്റ്റഡ് ഡയറക്ഷനിലേക്ക് തന്നെ മാർക്കറ്റ് ഹെഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഫൈനൽ മൂവ് നടത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് മാർക്കറ്റ് പ്ലേസിനെ അല്ലെങ്കിൽ ലാർജ് ഫണ്ട് ഓപ്പറേറ്റേഴ്സ് അവരുടെ ഫൈനൽ മൂവ്മെൻറ്റ് നടത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് മാർക്കറ്റ് പ്ലേസിനെ നമുക്ക് വളരെ സിമ്പിളാക്കി മനസ്സിലാക്കിയെടുക്കാം. അതായത് എവരി ബൈ ഓർഡർ, ഓക്കെ, ദർ ഷുഡ് ബി ആൻ ഈക്വൽ സെൽ ഓർഡർ, അല്ലെ, ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് സെൽ ഓർഡർ. എങ്കിൽ മാത്രമേ നമുക്ക് ഓർഡർ മാച്ച് ആകത്തുള്ളൂ. അപ്പം ഒരു ബൈ ഓർഡർ വരുമ്പോൾ ഈക്വൽ എമൗണ്ട് ഓഫ് സെൽ ഓർഡർ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കത്തുള്ളൂ. സോ ഫോർ എവരി ബൈ ഓർഡർ ദർ ഷുഡ് ബി ആൻ ഈക്വൽ സെൽ ഓർഡർ. ഇത് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതായത് ഇപ്പോൾ നമ്മളുടെ ഇൻഡെക്സ് നിഫ്റ്റിക്ക് നമുക്കിപ്പോൾ ഒരു 30,000 പോകണം എന്ന് വിചാരിക്കാം. സോ ഈ ലാർജ് ഫണ്ടിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇത് നിഫ്റ്റി 30,000 എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അവിടം വരെ കൊണ്ടുവരിക എന്നുള്ളതാണെന്ന് വിചാരിക്കുക. അപ്പം ഈ കറണ്ട് ലെവലിൽ എനിക്ക് എൻ്റെ എല്ലാ ഓർഡേഴ്സും, ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഫണ്ട് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ഓർഡേഴ്സും എനിക്ക് ഫില്ല് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബൈ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ദർ ഷുഡ് ബി ആൻ ഈക്വൽ സെൽ ഓർഡർ ടു ബി പ്രസൻറ്റ് ഇൻ ദ മാർക്കറ്റ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ എനിക്ക് ഈ ലാർജ് ഫണ്ടിനെ സംബന്ധിച്ച് എനിക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ സ്മാർട്ട് മണി എന്താണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? സോ ഐ വിൽ ബി ക്രിയേറ്റിംഗ് ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ചസ് എന്ന് പറയും. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ചസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ബിക്കോസ് എൻ്റെ ഈക്വൽ ബൈ ഓർഡേഴ്സിന് അവിടെ ഈക്വൽ സെൽ ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ രണ്ട് ഓർഡേഴ്സ് മാച്ച് ആയി കഴിയുമ്പോഴത്തേനും അവിടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കും. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഈ ഒരു കാര്യത്തിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ചെയ്യുന്നത് ഈ ഒരു പ്രൈസിനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും. അപ്പം ആ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേനും ഓൾ ദ പീപ്പിൾ ആർ ട്രിക്ഡ്, അല്ലേ? അപ്പം അങ്ങനെ പ്രൈസ് മൂവ് ചെയ്യുന്നത് കാണുമ്പോൾ
നേരത്തെ അനലൈസ് ചെയ്ത അതേ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഈ ഒരു സിമ്പിൾ ചാർട്ട് ഫോർമേഷനിൽ അല്ലെങ്കിൽ ഒരു സിമ്പിൾ സ്കിമാറ്റിക്കിൽ നമ്മൾക്കെല്ലാവർക്കും ഡിഫറെൻറ്റ് ഐഡിയാസ് വെച്ചിട്ടാണ് നമ്മളിതിനെ കാണുന്നത്, അല്ലേ? അപ്പം ഒരു സൈഡിലേക്ക് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു ഡയറക്ഷണൽ അനലൈസിസ് എല്ലാവരുടെയും മൈൻഡിൽ ഫീഡ് ചെയ്യാൻ തുടങ്ങും. ചിലർക്കത് ബുള്ളിഷ് ആയിട്ട് തോന്നും, ചിലർക്കത് ബെയറിഷ് ആയിട്ട് തോന്നും. മോസ്റ്റ്ലി ഒരു ലോവർ ലോ അല്ലെങ്കിൽ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സർട്ടൺ ബയാസസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ആ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു മൂവ്മെൻറ്റിന് എല്ലാത്തിനും എന്താണ് സംഭവിക്കുന്നത്? എല്ലാ പോയിന്റിലും എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പം ഇങ്ങനെ ഒരു ബയാസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദേ വിൽ ബി ട്രിക്കിംഗ് ഓൾ ദ പീപ്പിൾ ഇൻ ടു വൺ പർട്ടിക്കുലർ സെനാരിയോ. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ബയാസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് നമ്മുടെ മൈൻഡിൽ അത് ഫോം ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി പ്ലേസിങ് അൻ എൻട്രി, അല്ലേ? യു വിൽ ബി പ്ലേസിങ് എ സ്റ്റോപ്പ് ലോസ് ആൻഡ് യു വിൽ ബി പ്ലേസിങ് എ ടാർഗറ്റ് ഓർഡർ. ഓക്കെ, അപ്പം ഈ 3 കാര്യങ്ങളും നമ്മൾ മാർക്കറ്റിൽ പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം ഈ 3 കാര്യങ്ങളിൽ കൂടെയും മാർക്കറ്റ് അതിൻ്റെ നാച്ചുറൽ ബിഹേവിയറിൽ ഈ ഒരു പാറ്റേണിക് മൂവ്മെൻറ്റ് മാർക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളെല്ലാവരും എ പാർട്ട് ഓഫ് ലിക്വിഡിറ്റി ആയിട്ട് മാറുകയാണ്. ബിക്കോസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ ഓർഡേഴ്സ് ട്രിഗർ ചെയ്യപ്പെടുമ്പോൾ യു ഡിപ്ലോയ് liquidity into the market. When your stop loss is hit, because you are on the wrong side of the market, that's why your stop loss is hit, but even then you are deploying liquidity into the market. അതുപോലെ തന്നെ നമ്മളുടെ ടേക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോഴും യു ആർ ഡിപ്ലോയിങ് ലിക്വിഡിറ്റി ഇൻ ടു ദ മാർക്കറ്റ്, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഓർഡേഴ്സ് പ്രകാരം അല്ലെങ്കിൽ റീറ്റെയിലർ ഓർഡേഴ്സ് പ്രകാരം ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് എന്താണ് അവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ബിക്കോസ് ദേ ക്യാൻ ആവറേജ് അവരുടെ ബെറ്റർ പ്രൈസിൽ അവർക്ക് പ്രൈസ് ആവറേജ് ചെയ്ത് അവരുടെ പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ സപ്പോസ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അവർക്ക് ബൈ ഓർഡേഴ്സ് അവർക്ക് ബൈയിങ് ആണ് അവരുടെ അൾട്ടിമേറ്റ് പ്ലാൻ എങ്കിൽ വാട്ട് വിൽ ദേ ബി ഡൂയിങ്? അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നത്? ബിക്കോസ് അവർ പ്രൈസ് നേരെ ബൈ ചെയ്യണമെങ്കിൽ ദേ വിൽ ബി സെല്ലിങ് അഗ്രസീവ്ലി. സോ നമ്മൾ സെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ കാണുന്നത് എന്താണ്? പ്രൈസ് താഴേക്ക് പോകുന്നു, അതിനുശേഷം ലിറ്റിൽ ഹൈ വരുന്നു, അതിനുശേഷം പ്രൈസ് വീണ്ടും താഴേക്ക് പോകുന്നു, വീണ്ടും ലിറ്റിൽ ഹൈ വരുന്നു. അപ്പം ഈ ഒരു മൂവ്മെൻറ്റിൽ ഇങ്ങനെ പ്രൈസ് പാറ്റേണിക് മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഒരു ക്രിയേഷൻ ഓഫ് പാറ്റേൺ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പറയുന്ന ഏരിയയിലെല്ലാം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എല്ലാ ഏരിയയിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? ലിക്വിഡിറ്റി ഈസ് നത്തിങ് ബട്ട് ദ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ഓർഡേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? ലിക്വിഡിറ്റി എന്ന് പറയുമ്പം ഒരു ഓർഡർ മാത്രമല്ല ഈ ഏരിയയിലെല്ലാം ഉള്ളത്. ഇവിടെ ഉണ്ട് ലിക്വിഡിറ്റി, ഇവിടെ ഉണ്ട് ലിക്വിഡിറ്റി, അല്ലേ? സോ ഇവിടെ ഉണ്ട് ലിക്വിഡിറ്റി, എല്ലായിടത്തും ലിക്വിഡിറ്റി പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വാട്ട് എക്സാക്ട്ലി ഈസ് ദിസ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് യുവർ എൻട്രീസ്, ഇറ്റ് ഈസ് യുവർ സ്റ്റോപ്പ് ലോസസ്, ഇറ്റ് ഈസ് യുവർ ടേക്ക് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് യുവർ ടാർഗറ്റ് ഓർഡേഴ്സ്. അപ്പം 3 ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ഇങ്ങനെ നമ്മൾ ഈ ഒരു ലിറ്റിൽ പാറ്റേണിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും, അല്ലേ? അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇഫ് ഐ വാണ്ട് ടു ബൈ, എനിക്ക് നല്ല പ്രൈസിൽ ആവറേജ് പ്രൈസിൽ എനിക്ക് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കണം. സോ വാട്ട് വിൽ ഐ ബി ഡൂയിങ്? സോ നമ്മളുടെ എല്ലാം ഓർഡേഴ്സ് ഇവിടെ റീറ്റെയിൽ ഓർഡേഴ്സ് എല്ലാം ഇവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓർഡേഴ്സിനെ ഐ വിൽ ബി പുഷിങ് ദ പ്രൈസ് ഡൗൺ ടു ദിസ് ലെവൽ. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേനും ഓൾ ഇയർ ഓർഡേഴ്സ് ഇവിടെ ഈ ഒരു പാറ്റേണിക് മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്? ഇതൊരു ബുള്ളിഷ് സൈനിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ ഓർഡർ ഇവിടെ ഉണ്ടെന്ന് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു എന്താ പറയുന്നത്, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ബൈ ചെയ്യുവാണെങ്കിൽ, ഇവിടെ നമ്മൾ ബൈ ചെയ്ത് നിൽക്കുവാണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ പ്രൈസ് ഇവിടെ വരുമ്പം സെൽ മീ വെൻ ദ പ്രൈസ് റീച്ചസ് ഹിയർ, അതല്ലേ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്? ബിക്കോസ് യു ഓൾറെഡി ബോട്ട് ഇറ്റ്, അല്ലേ? നമ്മളിവിടെ ഓൾറെഡി പ്രൈസ് വന്ന് മേടിച്ചു, അല്ലേ? ഇവിടെ നമ്മൾ ബൈ ചെയ്തതിന് ശേഷം പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ യു വിൽ ബി അറ്റ് പ്രോഫിറ്റ്. പ്രൈസ് താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മളിവിടെ ഓർഡർ ഫീഡ് ചെയ്യുന്നതാണ്, സ്റ്റോപ്പ് ലോസ് ഇവിടെ ഫീഡ് ചെയ്യുകയാണ്. ഓക്കെ, സെൽ മീ വെൻ ദ പ്രൈസ് റീച്ച് ഹിയർ. അപ്പം നമ്മളിവിടെ ബൈ ചെയ്തതിന് ശേഷം നമ്മളിവിടെ സെല്ലിംഗ് ഓർഡർ ഇടുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആണ്. സോ
വെൻ യു ആർ സെല്ലിങ്, നമ്മളുടെ ആ ഓർഡർ ഈക്വൽ ഓർഡർ എമൗണ്ട് അല്ലെങ്കിൽ ഈക്വൽ ഓർഡേഴ്സ് ഗോട്ട് ട്രിഗേർഡ് വിത്ത് മൈ ബൈ ഓർഡേഴ്സ്. സോ വാട്ട് എവർ യു സെൽ ഐ വിൽ ബൈ. സോ വെൻ ദ അപ്പം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം അവിടെ ട്രിഗറായി അല്ലേ. അപ്പം ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇഫ് ദ ലാർജ് ഫണ്ട് വാണ്ട് ടു ബൈ, അവർക്ക് ഒരിക്കലും പ്രൈസ് ബൈ ചെയ്യുന്നത് മുകളിലേക്ക് കൊണ്ടുപോയി ആവറേജ് ചെയ്തിട്ടല്ല, താഴേക്ക് പ്രൈസ് വരുമ്പം ദേ വിൽ ബി ഓപ്പറേറ്റിംഗ് സ്ലോലി ദേ വിൽ ബി ഇൻഡ്യൂസിങ് ദ പ്രൈസസ് അല്ലേ. പ്രൈസ് മുകളിലേക്ക് പോകുന്നു, പിന്നെയും പ്രൈസ് താഴോട്ട് വരുന്നു, വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നു, പ്രൈസ് താഴേക്ക് വരുന്നു. സോ ദേ ക്യാൻ ആവറേജ് ദെയർ പൊസിഷൻസ്. ഇതാണ് ലിക്വിഡിറ്റിയുടെ കൺസെപ്റ്റിൻ്റെ. ഇത് മൊത്തത്തിൽ ഇതെല്ലാം കൂടെ ഞാനിപ്പം ഒരു 2 മണിക്കൂർ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് കുറേ നേരം കേട്ട് കഴിയുമ്പോഴത്തേനും കുറേ കാര്യങ്ങൾ മറന്നു പോകും. അപ്പോൾ ഇന്നത്തെ ലെക്ചർ മൊത്തം ഒരു 35 മിനിറ്റ് വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ ലിക്വിഡിറ്റിയുടെ ബേസ് കൺസെപ്റ്റ് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞു പോകാനുണ്ട്. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ എഴുതി വെക്കുക. നമ്മളുടെ ചാനൽ എന്താണെന്ന് നിങ്ങൾക്ക് വേണ്ടത്, അതുപോലെ തന്നെ എന്താണ് ഡൗട്ട്സ് ഉള്ളത്, ട്രേഡിംഗ് സെറ്റപ്പ്, ഈ മാർക്കറ്റിനെ കൂടുതൽ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഇതിങ്ങനെ എക്സ്പ്ലനേഷൻ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കും. ബിക്കോസ് ഐ വാണ്ട് യു ടു നോ നമ്മളുടെ ഈ ലാർജ് ഫണ്ട്സ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമുക്ക് എങ്ങനെ കൂടിക്കഴിഞ്ഞാലാണ് നമുക്കൊരു പ്രോഫിറ്റബിൾ പൊസിഷൻ ആകാൻ പറ്റുന്നത്. ഇതാണ് നമ്മളുടെ ബേസിക്കലി ഉള്ള കൺസേൺ. അപ്പം കുറച്ച് നമുക്ക് ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കാം. നമ്മൾക്ക് വിജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനൽ ഓൾറെഡി കുറേ കാര്യങ്ങൾ 200 വീഡിയോകളിൽ കൂടി നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിനകത്ത് കൺസിസ്റ്റൻസിയോടുകൂടി ചെറിയ സ്മോൾ പ്ലാനുകളിൽ നമുക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. ദിസ് ഈസ് ആൻ അഡീഷണൽ ലെക്ചർ. ഓക്കെ, അപ്പം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ലിക്വിഡിറ്റിയുടെ പാർട്ട് 1 ആദ്യത്തെ വീഡിയോ ആണ്. ഇനിയും ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അപ്പം എല്ലാവർക്കും നന്മകൾ വരട്ടെ. കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. അതാണ് എൻ്റെ ഊർജ്ജം. ആൻഡ് താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.